അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുട്ടികൾ കുസാൽ നഗരം പോകാൻ ഇറങ്ങിന് വീട്ടിലേക്ക് എന്തെല്ലാം സാധനം വേണോ മോണു ഇന്ന് വീട്ടിലുള്ള കൊണ്ട് ഓളും ഇറങ്ങിയിട്ടുണ്ട്. ഒന്നല്ല ഒരു 3-4 ചേർ എടുത്തിട്ട് വരാം. അതെ വീട്ടിലുള്ളത് ഇപ്പൊ 3 ചേരല്ലമ്മ. അതെപ്പാ ഇപ്പൊ ഒരു 4-5 ആൾ വന്നാൽ 2 ആൾ നിൽക്കണം, 3 ആൾ ഇരിക്കണം. അതെ അങ്ങനെ ഒരു വിഷമം. അതെ അതെ അങ്ങനെ പോയിട്ട് കൊണ്ടുവരി. അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കൊണ്ട് ഇതെല്ലാം പറയുന്നതായ എടുത്തിട്ട് മക്കൾ വരും. ശരി ശരി. അപ്പോ ഊഞ്ഞാലുണ്ടല്ലോ ഇത് ഗീത ഇരുന്നിട്ടായി ഊഞ്ഞാലില്. എങ്ങനെയുണ്ട്? വാങ്ങണ്ട. വലിയ വീടുകൾ ഇരിക്കും ചെയ്യാം, ചാർന്ന് കിടക്കാല്ലോ. നല്ലുണ്ട്. ആ ഇത് അതേപോലത്തെ മുതലാളി ഗദ്ദാലത്തിൽ കടയുണ്ട്, ഫർണിച്ചർ കട. പിന്നെ പേരെന്ത് പറഞ്ഞു? ക്വാളിറ്റി വുഡൻ ഫർണിച്ചർ അല്ലേ ഗദ്ദാലത്തിൽ. നല്ല വിലക്ക് കൊടുക്കും. നല്ല നല്ല ഐറ്റംസ് ഉണ്ട്. ഞാനും വന്ന് നോക്കി. ഇതിൽ നമുക്ക് ആവണ വിലക്കൻ്റെ അവർ കൊടുക്കും. ആർക്കും വേണമെങ്കിലും വന്ന് കൊണ്ടുപോവാം അല്ലേ. നമ്മളിവിടുന്ന് അടുത്ത് 3 കിലോമീറ്ററിലുള്ളത് ഒരു നല്ല പരിചയം. 15 കിലോമീറ്റർ ഫ്രീ ഡെലിവറി. അതെ, നല്ല പരിചയം കൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ എടുത്തു. പിന്നെ വിലയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പാവപ്പെട്ടവർക്കെല്ലാം എടുക്കപ്പാ. നല്ല വില, അത്ര മുന്തിയ വില ഒന്നും പറയുന്നില്ല ഇവിടെ. നല്ലുണ്ട്, സാധനം നല്ലുണ്ട് അല്ലേ. ഇത് പൂജ റൂം അല്ലേ ഇത്? മണിയെല്ലാം ഇട്ടല്ലേ. മണിയെല്ലാം ഉണ്ട്. മരത്തിൻ്റെ തന്നെ അത്. നമുക്ക് ഈ പക്ഷികളെല്ലാം കണ്ട് അതെ. പൂച്ച, പാറിവള, ഇത് നല്ല രസം. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ഇറച്ചി മേടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്ന് കടയ്ക്ക് അങ്ങനെ വീട്ടിലേക്ക് പോകാലോ വല്ലട്ടാ. പോകുന്നെന്ന് പറഞ്ഞല്ലേ, പോയിട്ട് കസാല എല്ലാം എടുത്തിട്ട് വന്ന്. അതെ അല്ലേ, എവിടെ നിർത്തതുമാ? ഇവിടെ ഗദ്ദാലത്തില് എടുത്തതാ. അതെ, നല്ല കസാലയാണ്. അതെ, എത്ര 6 കസാല കൊടുന്നില്ല? 6 കൊടുന്ന്. എപ്പോഴും കൊണ്ടുവരില്ലല്ലേ. അതെ, അങ്ങനെ 6 എടുത്ത്. നല്ല കളറല്ലേ? നല്ല കളർ കൊടുന്ന പാട അമ്മ ഇരുന്ന് ബോണിയാക്കി. അതെ അതെ.
നല്ല ഉണ്ടല്ലേ? നല്ല ഉണ്ട് ഇപ്പൊ. വീട് നിറച്ചും അങ്ങനെ കൊണ്ടു വെച്ചാല് ബുദ്ധിമുട്ടാണ്. അതെ. ചെക്കനക്ക് ഉള്ളതായി. അതെ. പോയിട്ട് കൊണ്ടുവന്ന്. അതെ. അപ്പൊ രാവിലെ കുട്ടികളെല്ലാം വന്നിന്. അതെ. ഇവിടെ ലീവാണ്. അതെ. കേരളത്തിലെല്ലാം ശനിയാഴ്ച ലീവ്, ഞായറാഴ്ച ശനിയാഴ്ച ലീവ്. 2 ദിവസം ലീവ്. 2 ദിവസം ലീവ്. ഇവിടെ ഞായറാഴ്ച മാത്രം ലീവ്. അതെ. അങ്ങനെ കുട്ടികൾ ഞാൻ ഇവിടെ ഉള്ള കൊണ്ട് ഞാനിവിടെ ഉള്ള കൊണ്ട് ഇവിടെ കൊടന്ന് വിട്ടിട്ട് പോകും. അവിടെ വിട്ടാൽ പിന്നെ അവിടെ അതിയെ സ്വന്തമായിട്ട് ഓടൂ. റോഡ് സൈഡ് വരെ. റോഡ് സൈഡ് വരെ അങ്ങനെ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഈ പൂച്ചെടി ഇത് ആർക്കും ഇപ്പൊ ആവശ്യമില്ല. എന്താ പറഞ്ഞ എല്ലാവർക്കും പൂച്ചെടി ഉള്ളതല്ലേ. പറിക്കാൻ കാർന്ന് പറിക്കാൻ കുറച്ച് കഷ്ടമുണ്ടല്ലേ. നല്ല ഒരു പൂവുണ്ടല്ലോ. ഇത് എത്രയോ കളർ ഉണ്ടായ. അതെ അതെ, കൊറേ തരം കളർ. അതെ. ഇതല്ല കെട്ടാൻ എനിക്ക് നല്ല ഒരു കൊസിയാ. പറിച്ചു കൊടുക്കണം ഈ കുട്ടികൾ. പറിച്ചു കൊടുത്താൽ ഇരുന്ന് ഞാൻ കെട്ടിക്കൊള്ളു. ഇതാ നല്ല ഒരു നിറമുള്ള പൂവാ. അതെ അതെ അതെ. ഇത് മൊട്ട് പറിക്കാണ്ട് ഈ പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞിട്ടുള്ളത്. അതെ. എന്തോ ഒരു ചന്തത്തിന്റെ പൂവ്. ഫസ്റ്റമ്മ നമ്മള് സ്കൂളിൽ പോകുമ്പോ ഇതിനെ പറിച്ചിട്ട് പൂ കെട്ടിയിട്ട് തലയിൽ വെച്ചിട്ട് പോവും. സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അത് ബാടി പോയിട്ടുണ്ട്. വേഗം പെട്ടെന്ന് പാടും അത്. അതെ അതെ. അങ്ങനെ വെളുത്തതും ഉണ്ട്, നീല കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. അതെല്ലാ കളറും ഇതിലുണ്ടാവും. അതെ. ഈ ഒരു പൂവിന്റെ കളറ് എത്രയോ വിധമുണ്ട്. അതെ. അങ്ങനെ ഇത് പറിക്കാൻ സോമ്പേരി. ഇത് പറിക്കുമ്പോ ഇതുണ്ടല്ലേ, ഇത് കുത്തണങ്ങനെ അല്ലേ? അതെ. അങ്ങനെ മുള്ളൊന്നുമില്ല, എന്നാലും ഇതിന്റെ ഇത് ഇങ്ങനെ കൈക്ക് ഇങ്ങനെ കുത്തി അങ്ങനെ ആവുന്നുണ്ട്. നല്ല കുറേ ഉണ്ട്. നല്ല പാങ്കാണുണ്ട് ഇത് അടുത്തിന്. ഹലോ, ഇതാ എന്താ ഈ കണ്ണുക്ക് ഒന്നിട്ടില്ല. പൂവെല്ലാം പറിച്ചുകൊണ്ടുണ്ട്. കുട്ടികൾക്ക് പൂ പറിക്കാനൊരിഷ്ടം. അപ്പോൾ നമുക്ക് പൂ പറിച്ചിട്ട് കെട്ടണം. അമ്മ പറിച്ചുകൊണ്ടുണ്ടായി. അങ്ങനെ അമ്മ അങ്ങോട്ട് ബെയില് പറഞ്ഞിട്ട് പോയി. ഇപ്പം നമ്മൾ പറിക്കുക അല്ല അദ്വൈക്കെ? ഒരു പാട്ട് പറയണത്ര കുട്ടികള്. അതെ. അപ്പൊ രാജകുമാർ ഇരിക്കുമ്പോ പുനീത് രാജ്കുമാറിന് ഒരു പാട്ട് പറഞ്ഞു കൊടുത്തുണ്ടായി. അപ്പൊ പുനീത് രാജ്കുമാറും ചെറുതായിരുന്നു. അതെ. ഇപ്പൊ രാജകുമാർ മരിച്ച പിന്നെ പുനീത് അത് പറഞ്ഞുകൊണ്ടുണ്ടായി. ആ പാട്ടിൽ ഒരു 2 വരി അമ്മേൻ്റെ അടുത്ത് ഉണ്ടായത്. ഇപ്പൊ കുഞ്ഞുമക്കൾക്ക് അത് ഞാൻ പറഞ്ഞിന്. അവരും അതിനെ പഠിച്ചിന്. അപ്പൊ ആ പാട്ട് പറയാന്ന്. ಚಂದ್ರಮೇಲೆ ಬಂದ ನೋಡು ಎಷ್ಟು ಚಂದ ಮಿಲುಗುತ್ತಾರೆ ಅಂದ ರಾತ್ರಿ ಆಯ್ತು ಮಲಗು ನನ್ನ ಪುಟ್ಟ ಕಂದ ಪುಟ್ಟ ಕಂದ ಪುಟ್ಟ ಕಂದ. സൂപ്പർ പാട്ട്. ക്ലാപ്പടിക്കാം. നല്ല ഉണ്ടായി. 2 വരിയെങ്കിലും നല്ല പാട്ട് പാടി. അതെ. ഇത്ര പൂ പറിച്ചിട്ട് കഴിഞ്ഞ് ഇത് അമ്മ കെട്ടു. കെട്ടിയിട്ടായ പിന്നെ ഇത് ഇത്രേ കിട്ടൂ. ഇവിടെ എന്താക്കുന്നത്? അതെ. മുല്ലപ്പൂവ്, ഈ പൂവ്, എന്ത് പൂവ് കിട്ടിയാലും കുറഞ്ഞിട്ട് കെട്ടുമ്പോ ആൺകുട്ടികൾ വന്നിട്ട് ചെറിയ ചെറിയ ഒരല്ലേ എങ്ങനെ അമ്മ കെട്ടുന്നേ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ അവർക്ക് എല്ലാവർക്കും ആൺകുട്ടികൾക്ക് പഠിപ്പിക്കും. ഇതെങ്ങനെ തന്നെ കെട്ടുന്നേ. അപ്പൊ അമ്മ ഇന്ന് കെട്ടണ്ട, ദിവസം കിട്ടും മുല്ലപ്പൂ, ദിവസം കിട്ടും. അപ്പൊ ഇന്ന് അമ്മ കെട്ടണ്ട, ഞങ്ങ കെട്ടിത്തരാം, അമ്മ പണിയെടുത്തോ എന്ന് പറയൂ. അങ്ങനെ ആൺകുട്ടികള് അന്ന് കെട്ടു, പാങ്ങലേ കെട്ടു. അങ്ങനെ സകല കുട്ടികളും പൂ കെട്ടു. ലാസ്റ്റിക്ക് കവിത അവളും എൻ്റെ അടുത്തുനിന്ന് പൂ കെട്ടാൻ പഠിച്ചു.
കെട്ടണ അങ്ങനെ കെട്ടും. അപ്പം ഇങ്ങനെ ഒരു സമാധാനത്തിലല്ല, വേഗം വേഗം പണിയെടുക്കണല്ലേ, പൂവും കെട്ടിയിട്ടാവണല്ലേ. അപ്പോൾ പെട്ടെന്നാവട്ടെ പറഞ്ഞിട്ട് വേഗം വേഗം കെട്ടു. ഇങ്ങനെ തന്നെ കെട്ടല്. ഇങ്ങനെ പൂ വിൽക്കുന്നുള്ള മേലെ ഇങ്ങനെ ഇടൂ, ഇതെങ്ങനെ ആക്കൂ, ഇതെങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാ. അത് വിരിഞ്ഞാലുണ്ടല്ലേ രാവിലെ നല്ല ഉണ്ട പിടിച്ചങ്ങനെ ഉണ്ടാവും. അതെ, ഇത് കെട്ടു. വലുത് അത്രക്ക് കെട്ടില്ല, ചെറുത് കെട്ടിക്കൊള്ളാൻ കെട്ടാത്തമ്മാന്ന് പറയും. നമ്മുടെ ടെഡി അല്ലമ്മ ഗർഭിണിയായിട്ടുണ്ട്. അതിപ്പോൾ എപ്പോന്നറിയില്ല, കുട്ടിയിടൂ. കണ്ണെല്ലാം ചിമ്പി ചിമ്പി കാട്ടിക്കുന്നത്. അതിന്റെ വേദന ഇന്നല്ലേ മറിയൂ. അതെ, നമ്മക്ക് വേദന വരുമ്പോ ഭായിന്റെ അമ്മോ അച്ഛോ പറയൂ. അതെ, നായ്ക്ക് വേദന ഉണ്ട് അമ്മ പറഞ്ഞാലും കേൾക്കുള്ളൂ, അതിന്റെ ഒരു ലല്ലൽ അത് മാത്രമേ കേൾക്കുള്ളൂ. അത് എല്ലാം അടക്കിക്കൊള്ളും. ഭഗവാൻ അതിനുള്ളത് പൊറുമയും കൊടുത്തിട്ടുണ്ടാവും. അതെ, അല്ലേ? നമുക്ക് ബായിണ്ട് കൈയുണ്ട് എല്ലാം ചെയ്യുന്നു. അതെ, അവർക്ക് ഒരു ബാല് മാത്രമേ ഉണ്ട്. അവള പാവം. കുട്ടികൾ സ്കൂൾ വിട്ടു വന്നല്ലേ? അതെ, ഉച്ച വരെ സ്കൂളിലല്ലേ, സ്കൂള് വിട്ടിട്ട് വന്നു. അതെ, അവരുടെ അമ്മ വരൂ, അമ്മ വന്നിട്ട് കൂട്ടുന്നവരെ ഇവിടെ ഉണ്ട്. അതെ, അച്ഛമ്മ ഇവിടെ ഉള്ള കൊണ്ട് കുട്ടികൾ ഇവിടേക്ക് ഓടി വരൂ. അതെ, അങ്ങനെ ചോറിൽ വെച്ചിരുന്ന്. അതെ, അപ്പൊ കുട്ടികൾ എത്തിയല്ലേ? അതെപ്പാ, കുറച്ച് സുഖമില്ല, പനി. അതെ. ഇങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അതെ, ബൈ.